السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഒത്തുചേരൽ നമ്മളിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ നന്മകളും അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അദൃശ്യത്തിൻ്റെ താക്കോൽ മഫാത്തിഹുൽ ഗൈബ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നമ്മൾ അറിവ് കരസ്ഥമാക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. സാധാരണഗതിയിൽ മനുഷ്യർ അവരുടെ കഴിവുകൾ കൊണ്ട് നേടിയെടുക്കുന്ന അറിവുകൾ
അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അറിവിനെ സഹായിക്കുന്ന യന്ത്ര സാമഗ്രികളെ കൊണ്ടും നമ്മൾ കാറ്റ്, മഴ, അതുപോലെ തന്നെ താപനില മുതലായവ നമ്മൾ കണക്കാക്കാറുണ്ട്. വൈദ്യശാസ്ത്രത്തിൻ്റെയും ആരോഗ്യശാസ്ത്രത്തിൻ്റെയും ശരീരശാസ്ത്രത്തിൻ്റെയും ഒക്കെ പരിചയവും സിദ്ധിയും ലഭിച്ചിട്ടുള്ള അഗ്രഗണ്യന്മാരായ ആളുകൾ അവരും ഈ രൂപത്തിലുള്ള പല അറിവുകളും അവരുടെ പല നിഗമനങ്ങളും അനുമാനങ്ങളുമൊക്കെ അടിസ്ഥാനപ്പെടുത്തി പല വിവരങ്ങളും നമുക്ക് കൈമാറി തരാറുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന അറിവുകൾ അത് പരിപൂർണമായും ശരിയായിക്കൊള്ളണമെന്നില്ല. അതിൽ കുറെ ശരിയാകാം, പലതും തെറ്റിപ്പോകാം, എല്ലാം സംഭവിക്കാറുണ്ട്. ചുരുക്കത്തിൽ മനുഷ്യർക്ക് ലഭിക്കുന്ന അറിവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അറിവുകളാണ് നമ്മൾ കരസ്ഥമാക്കുന്നത് എന്നർത്ഥം. ഇത് മാത്രമേ അറിവായിട്ടുള്ളൂ? അല്ല. ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും പരിചയിച്ചും ലഭിച്ച അറിവ് മാത്രമാണോ ഈ ലോകത്തുള്ളത്? ഒരിക്കലുമല്ല. മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും എത്തിയിട്ടില്ലാത്ത എത്രയോ മേഖലകൾ അറിവിന്റെ മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അറിവിൽ വളരെ അല്പം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. നമുക്ക് ലഭിച്ചതിനേക്കാളും എത്രയോ മടങ്ങ് ഇരട്ടിയാണ് നമുക്ക് ലഭിക്കാത്ത അറിവ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ എത്രയോ അറിവുകളും ഉണ്ട്. അതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള അടുപ്പത്തിനും അല്ലാഹുവിനോടുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനകൾക്കും അല്ലാഹുവിനോട് വിനയത്തോടെയും താഴ്മയോടെയും അവന് കീഴ്പ്പെടാനും അവന് വണങ്ങിയും വഴങ്ങിയും ജീവിക്കുവാനും ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ അറിവാണ് ഗൈബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഗൈബ്, ആ അദൃശ്യമായ ജ്ഞാനം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് അല്ലാഹു തആലയല്ലാത്ത ഒരു പടപ്പുകൾക്കും അറിയാൻ സാധ്യമല്ല എന്നതാണ്. പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി കൊണ്ട് പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. ഖുൽ, പ്രവാചകരെ അങ്ങ് പറയണം, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. നബിയെ പറയുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളിൽ ഒരാൾക്കും തന്നെ അറിയുകയില്ല അൽ ഗൈബ, അദൃശ്യജ്ഞാനത്തെ, ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ആ ഗൈബിയായ, ആ അദൃശ്യമായ അഥവാ കാര്യകാരണ ബന്ധങ്ങളുടെ അപ്പുറത്തുള്ള സർവ്വ അറിവുകളും അറിയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആ ഒരു അറിവ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുകയാണ്, ഖുൽ, നബിയെ പറയണം, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറാ ഇല്ലാ മാഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചതല്ലാത്ത ഒരു ഉപകാരോപദ്രവവും ഞാൻ എനിക്ക് തന്നെ സ്വന്തമായി ഉടമപ്പെടുത്തുന്നില്ല. വലൗ കുന്തു അഅലമൽ ഗൈബ്,
എനിക്കെങ്ങാനും അദൃശ്യജ്ഞാനം ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈരി, എനിക്ക് ഞാൻ നന്മകൾ ധാരാളം ധാരാളം വർദ്ധിപ്പിക്കുമായിരുന്നു. വമാ മസ്സനിയസ്സൂ, ഒരു രൂപത്തിലുള്ള പ്രയാസങ്ങളും ഒരു രൂപത്തിലുള്ള ഉപദ്രവങ്ങളും എന്നെ ബാധിക്കുകയും ചെയ്യുമായിരുന്നില്ല. ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, ഞാൻ സത്യവിശ്വാസികളായ ജനതക്കുള്ള ഒരു താക്കീതുകാരനും അതുപോലെ തന്നെ ഒരു സന്തോഷവാർത്ത അറിയിക്കുന്നവനും മാത്രമാണ്. ഗൈബ് അറിയാൻ സാധ്യമല്ല. പലപ്പോഴും ഖുറൈശി പ്രമാണിമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയും, അല്ല മുഹമ്മദേ, നീ പറയുന്നതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. നിന്നെ ഞങ്ങൾ കളവാക്കുന്നു, നിന്നെ ഞങ്ങൾ പരിഹസിക്കുന്നു, നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന, നീ ഞങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്ന അള്ളാഹുവിന്റെ ശിക്ഷ ഞങ്ങൾക്ക് വരുന്നില്ലല്ലോ. അതൊന്ന് കൊണ്ടുവാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലപ്പോഴും അവര് പരിഹസിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു. അതിനൊക്കെ മറുപടിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ വേണ്ടി പറയുകയാണ്, അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ്, അങ്ങനത്തെ ഒരു കാര്യം ഉടമപ്പെടുത്താനുള്ള ഒരു കഴിവ് അള്ളാഹ് എനിക്ക് തന്നിട്ടില്ല. അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹുവാണ് ചെയ്യുന്നത്. അങ്ങനത്തെ അതുപോലെ തന്നെ ഈ ഗൈബിയായ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്ക് ധാരാളം നന്മകൾ ചെയ്യാമായിരുന്നല്ലോ, എനിക്ക് ധാരാളം നേട്ടങ്ങൾ കൊയ്യാമായിരുന്നല്ലോ. എനിക്കെന്തെങ്കിലും ആപത്ത് പിണയുമായിരുന്നോ? എനിക്ക് വല്ല ആപത്തും പിണയുമോ? ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുകയില്ല എന്നുള്ളതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഈ ഗൈബിയായ അദൃശ്യജ്ഞാനം അറിയാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഈ വചനവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹു തആല പറയുകയാണ്, വഇൻദഹു മഫാതീഹുൽ ഗൈബ്, അദൃശ്യങ്ങളുടെ താക്കോലുകൾ അല്ലാഹുവിന്റെ പക്കലാണ്. ലാ യഅലമുഹാ ഇല്ലാഹു, അവനല്ലാതെ അത് അറിയുകയില്ല. വഇൻദഹു മഫാതീഹുൽ ഗൈബ്, അദൃശ്യങ്ങളുടെ താക്കോലുകൾ അല്ലാഹുവിന്റെ അടുക്കലാണ് എന്ന് പറയുന്നതോട് കൂടി തന്നെ അത് അല്ലാഹു അല്ലാത്ത ഒരാൾക്കും അറിയില്ല എന്ന് വന്നു. പക്ഷേ എന്നിട്ടും വീണ്ടും റബ്ബ് പറയുകയാണ്, ലാ യഅലമുഹാ ഇല്ലാഹു, അത് അവൻക്കല്ലാതെ വേറൊരാൾക്കും അറിയില്ല എന്ന് പറയുന്നത് ഒന്നുകൂടെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ്. പടപ്പുകളിൽ ഒരാൾക്കും ഗൈബ് അറിയുകയില്ല. അത് അല്ലാഹുവിന്റെ അധീനതയിലാണ്, അത് അല്ലാഹുവിന്റെ അടുക്കലാണ്, അത് ഒരാൾക്കും തന്നെ അറിയുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ അപാരമായ അറിവിനെ കുറിച്ച് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹരി, കരയിലും കടലിലും ഉള്ളത് സർവ്വതും അറിയുന്നവനാണ് അല്ലാഹു. കരയിലും കടലിലുമുള്ള സർവ്വതും അറിയുന്നവനാണ് അല്ലാഹ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, മരത്തിന്റെ ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് ഒരു ഇല പൊഴിയുന്നുണ്ടെങ്കിൽ പോലും അത് അല്ലാഹു അറിയാതെ ഇല പൊഴിയുന്നില്ല. നോക്കണം നിങ്ങൾ, ലോകത്ത് ഈ ഭൂമിയിൽ കടലിലും കരയിലുമായി കൊണ്ട് എത്രയെത്ര മരങ്ങളാണുള്ളത്. ചെറുതും വലുതുമായ ഇലകളുള്ള പല രൂപത്തിലുള്ള പല രൂപത്തിലുള്ള ആകൃതിയിലുള്ള പല വലിപ്പത്തിലുള്ള എത്രയോ ചെടികൾ ഉണ്ട്. ഈ സസ്യങ്ങളിലുള്ള ഏതെങ്കിലും ഒരു ഇല, ആ ഇല പൊഴിയുന്നുണ്ടെങ്കിൽ വീഴുന്നുണ്ടെങ്കിൽ പോലും ഇല്ലാ യഅലമുഹാ, ആ അല്ലാഹ് അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാതിൽ അർദി, ഭൂമിയുടെ ഇരുട്ടറകളിലുള്ള ഏതൊരു ധാന്യമാകട്ടെ അതും അല്ലാഹു അറിയുന്നു. നോക്കണം നിങ്ങൾ, അല്ലാഹുവിന്റെ അപാരമായ അറിവിനെ കുറിച്ചാണ് അല്ലാഹു തആല ഇവിടെ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവുണ്ടോ അത് മുഴുവനും ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, സ്പഷ്ടമായ വ്യക്തമായ അല്ലാഹുവിന്റെ ആ കിതാബിൽ ഇല്ലാതെയില്ല. എല്ലാം അല്ലാഹുവിന് അറിയും. അത് അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ.
ഈ അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് ഓരോ കാര്യങ്ങളെ കുറിച്ചും വിശദീകരിച്ച ആദ്യം പറഞ്ഞത് എന്താ? അള്ളാഹു എന്താ ഈ ആയത്തിൽ ആദ്യം പറഞ്ഞത്? ഗൈബിനെ കുറിച്ചാണ്. വഇൻദഹു മഫാതീഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു. അള്ളാഹുവിന്റെ അടുക്കലാകുന്നു അദൃശ്യങ്ങളുടെ താക്കോലുകൾ. അത് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും തന്നെ അറിയുകയില്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, മഫാതീഹുൽ ഗൈബി ഖംസുൻ. നേരത്തെ അല്ലാഹു സൂറത്തുൽ അൻആമിൽ പറഞ്ഞ വഇൻദഹു മഫാതീഹുൽ ഗൈബ്, അല്ലാഹുവിന്റെ അടുക്കലാകുന്നു അദൃശ്യങ്ങളുടെ താക്കോലുകൾ എന്ന് പറഞ്ഞല്ലോ. ആ അദൃശ്യങ്ങളുടെ താക്കോലുകൾ അത് ഖംസുൻ, അഞ്ചെണ്ണമാകുന്നു. ലാ യഅലമുഹാ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അത് അറിയുകയില്ല. എന്നിട്ട് അത് ഓരോന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു. ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളത്തെ കാര്യം അത് ആർക്കേ അറിയൂ? അല്ലാഹുവിനെ അറിയുകയുള്ളൂ. വലാ യഅലമു മാ തഗീദുൽ അർഹാമു ഇല്ലല്ലാഹ്, ഗർഭാവസ്ഥയിൽ ഗർഭത്തിൽ നിന്ന് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതും അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്കും അറിയുകയില്ല. വലാ യഅലമു മതാ യഅതിൽ മതറു അഹദുൻ ഇല്ലല്ലാഹ്, മഴ എപ്പോഴാണ് വർഷിക്കുക വരിക എന്നുള്ളതും അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അറിയുകയില്ല. വലാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്, ഏത് ഭൂമിയിൽ വെച്ചാണ് ഒരാൾ മരിക്കുന്നത് എന്നും ഒരാൾക്കും അറിയുകയില്ല. വലാ യഅലമു മതാ തഖൂമുസ് സാഅ, അന്ത്യദിനം എപ്പോഴാണ് വരിക, അത് എപ്പോൾ സംഭവിക്കും, അതും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയുക, അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്കും അറിയുകയില്ല. വഫീ റിവായ, മറ്റൊരു റിപ്പോർട്ടിലുള്ളത് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുകയുണ്ടായി, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ, അല്ലാഹുവിന്റെ അടുക്കലാകുന്നു അന്ത്യസമയത്തെ കുറിച്ചുള്ള അറിവ്. വയുനസ്സിലുൽ ഗൈസ, അല്ലാഹുവാകുന്നു മഴ വർഷിപ്പിക്കുന്നവൻ. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭത്തിലുള്ളത് അവനാകുന്നു അറിവുള്ളവൻ. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ ഒരാൾ എന്ത് സമ്പാദിക്കുമെന്നും ഒരാൾക്കും പറയാൻ സാധ്യമല്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഏതൊരു ആത്മാവും ഏത് ഭൂമിയിൽ വെച്ച്, ഭൂമിയിൽ എവിടെ വെച്ച് മരണപ്പെടുമെന്നും ഒരാൾക്കും അറിയുകയില്ല. ഇതൊക്കെയും അല്ലാഹുവിന്റെ മാത്രം അധീനതയിലുള്ള അതിസൂക്ഷ്മമായ അറിവാണ്. അതുകൊണ്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിച്ചു, ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. അതുപോലെ തന്നെ അൽ ഖബീർ, സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. അപ്പൊ ഈ ആയത്തിൽ ആ മഫാതീഹുൽ ഗൈബ്, അദൃശ്യങ്ങളുടെ താക്കോലുകൾ എന്ന് പറയുന്ന 5 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തരാണ്. ഒന്നാമത്തത് നാളെ എന്ത് സംഭവിക്കും എന്നത്. നാളെ എന്ത് സംഭവിക്കും എന്നത് ഒരാൾക്കും പറയാൻ സാധ്യമല്ല സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ വലാ യഅലമു മാ തഗീദുൽ അർഹാമു ഇല്ലല്ലാഹ്, ഗർഭാവസ്ഥയിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാര്യങ്ങൾ പൂർണ്ണമായി പറയാൻ അറിയാൻ അത് അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. അതുപോലെ തന്നെ വലാ യഅലമു മതാ യഅതിൽ മതറു അഹദുൻ ഇല്ലല്ലാഹ്, മഴ എപ്പോൾ വരും, എപ്പോൾ പെയ്യും എന്നും ഒരാൾക്കും പറയാൻ സാധ്യമല്ല. യന്ത്രസാമഗ്രികളുടെയും അതുപോലെ തന്നെ മറ്റും സഹായത്തോടെ പല അനുമാനങ്ങളും നമുക്ക് പറയാൻ പറ്റും. പല അനുമാനങ്ങളും പറയാം. പക്ഷെ ഉറപ്പിച്ചും തറപ്പിച്ചും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പറയാൻ പൂർണ്ണമായും ശരിയായ രൂപത്തിൽ പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാൾ എവിടെ വെച്ച് മരിക്കും, എപ്പോൾ മരിക്കും, എവിടെ വെച്ച് മരിക്കും ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ, അതും എപ്പോൾ സംഭവിക്കും എന്നത് ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല എന്നതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ സഹോദരന്മാർക്കിടയിൽ പല ആളുകളും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളത് എന്താ വെച്ചാല്, മഹാന്മാരായ അമ്പിയാക്കൾക്കും അതുപോലെ തന്നെ ഔലിയാക്കൾക്കുമൊക്കെ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ ഗൈബ് അറിയാൻ സാധിക്കും എന്നതാണ്. ഗൈബ് പറയാൻ സാധിക്കും.
നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്നാണ് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ വചനം, ആ വചനത്തിലൂടെ സുവ്യക്തമായി ഒരാൾക്കും ഒരു രൂപത്തിലുള്ള സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ അല്ലാഹു തആല കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരികയാണ്. വഇൻദഹു മഫാതീഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു. അല്ലാഹുവിന്റെ അടുക്കലാകുന്നു അദൃശ്യങ്ങളുടെ താക്കോലുകൾ. അത് അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അറിയാൻ സാധ്യമല്ല. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് നാട്ടിലുള്ളവർ പാടി പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്താണ്? എന്താ പറയുന്നത്? കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. അതായത് കുപ്പിയിലുള്ള ഒരു വസ്തു നമുക്ക് എത്രമാത്രം കൃത്യമായി കൊണ്ട് നമ്മൾ കാണാൻ സാധിക്കുന്നുവോ, നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് നമ്മൾ എങ്ങനെ കാണുന്നുണ്ടോ അതുപോലെ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിയും. നോക്കണം നിങ്ങൾ, എവിടെയാണ് ഈ സമുദായത്തിന്റെ വിശ്വാസം എത്തിയിരിക്കുന്നത്? എവിടെ നിന്നാണ് ഈ ആളുകൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ വിശ്വാസം ലഭിച്ചത്? നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ വഖൈറുൽ കലാമി കലാമുല്ലാഹ്, കലാമിൽ വെച്ച് സംസാരത്തിൽ വെച്ച് ഏറ്റവും നല്ല സംസാരമായ അല്ലാഹുവിന്റെ ഖുർആനും വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാർഗ്ഗത്തിൽ വെച്ച് ഏറ്റവും നല്ല മാർഗ്ഗമായ അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗ്ഗവും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആരൊക്കെയോ കുത്തിക്കുറിച്ചുണ്ടാക്കിയ നൂലാമാലകൾ പാടിപ്പടിച്ച് അതും വിശ്വസിച്ച് നടക്കുകയാണ് ഇന്നത്തെ ജനത. എന്നിട്ട് അവർ പറയുന്നു ശൈഖ് ജീലാനിക്ക്, അതുപോലെ തന്നെ ഔലിയാക്കൾക്ക്, അമ്പിയാക്കൾക്കൊക്കെ ഇതുപോലെ അദൃശ്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കണം, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, വമൻ സഅമ അന്നഹു യുഖ്ബിറു ബിമാ യകൂനു ഫീ ഗദിൻ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുമെന്ന് വാദിച്ചാൽ, നോക്കണം നിങ്ങൾ, എന്താ ഹദീസിലെ വചനം? വമൻ സഅമ, ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ, അന്നഹു യുഖ്ബിറു ബിമാ യകൂനു ഫീ ഗദിൻ, നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാൻ അല്ലാഹുവിന്റെ റസൂലിന് സാധിക്കുമെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും വാദിച്ചാൽ, ഫഖദ് അഅ്ളമ അലല്ലാഹി ഫിരിയതൻ, അവൻ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവനാണ്. കാരണം അല്ലാഹു യഖൂലു, ഇത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാരണം അല്ലാഹു പറയുന്നു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ആകാശഭൂമികളിൽ ഒരാൾക്കും അദൃശ്യം അറിയുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന് അദൃശ്യം അറിയും, നാളെ നടക്കാൻ പോകുന്ന കാര്യം അറിയും എന്ന് ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ അവൻ ചെയ്തത് എന്താണ്? ഫഖദ് അഅ്ളമ അലല്ലാഹി ഫിരിയ, അല്ലാഹുവിന്റെ പേരിൽ പച്ച കള്ളമാണ് കെട്ടിച്ചമച്ചത്. കാരണം അല്ലാഹുവിന്റെ റസൂലിന് അങ്ങനത്തെ ഒരു കഴിവില്ല. അങ്ങനെ നാളെ നടക്കാൻ പോകുന്ന കാര്യം പറയാൻ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടാവില്ല. കാരണം എന്താ? അത് ഗൈബിയായ കാര്യമാണ്. ആ ഗൈബ് അല്ലാഹുവിന് ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ഈ ഗൈബ് ആകാശഭൂമികളിലുള്ള ഒരു ഗൈബും അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അറിയുകയില്ല എന്നാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാൽ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട അടുത്തൊരു വശം ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മറഞ്ഞ പല കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതോ അവിടെയാണ് ഗൈബിയായ കാര്യങ്ങളിൽ ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൂതന്മാർക്ക് എത്തിച്ചു കൊടുക്കും. ആ എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഗൈബിയായ കാര്യം അറിയും. ഉദാഹരണം, മരണത്തെക്കുറിച്ച് ഒരാൾ എപ്പോൾ മരിക്കും, എവിടെ വെച്ച് മരിക്കും, ഒരാൾക്കും അറിയില്ല എന്ന് പറഞ്ഞു. മലക്കുൽ മൗത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും മരിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആ മലക്കിന് അല്ലാഹു തആല നിർദ്ദേശം കൊടുക്കുമ്പോൾ ആ മലക്കിന് അതറിയും.
മഴയും കാറ്റും വെടിയും ഒക്കെ ഏൽപ്പിക്കപ്പെട്ട മീകായിലുണ്ട്. ആ മീകായിലിന് അറിയും എപ്പോൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ. ഇതുപോലെ തന്നെ പ്രവാചകന്മാർക്കും അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ പല ഗൈബിയായ കാര്യങ്ങളും അറിയും. അതിനപ്പുറത്തേക്ക് ഒരു പ്രവാചകൻക്കും ഒരു ഔലിയാക്കൾക്കും ഒരു ഗൈബും അറിയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, നിങ്ങൾ അല്ലാഹു തആല പറയുകയാണ്, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. ആലിമുൽ ഗൈബ്, അദൃശ്യങ്ങൾ അറിയുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹു ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. ആ ഗൈബിയായ കാര്യം അല്ലാഹു തആല ഒരാൾക്കും പ്രകടമാക്കി കൊടുക്കുകയില്ല. അല്ലാഹ് പറയാണ്, ഒരാൾക്കും പ്രകടമാക്കി കൊടുക്കുകയില്ല. ഇല്ലാ മനിർതദാ മിർ റസൂൽ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ടവർക്കൊഴികെ. അവൻ ഇഷ്ടപ്പെടുമ്പോൾ അല്ലാഹു എന്ത് ചെയ്യും? ഓരോ നബിമാർക്കും ചില അദൃശ്യമായ കാര്യങ്ങൾ പലതും അറിയിച്ചു കൊടുക്കും. അതല്ലാത്തതൊന്നും തന്നെ അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് പോലും അറിയാൻ സാധിക്കുകയില്ല എന്നാണ്. ഇനി അത് എന്തിനാണ് എത്തിച്ചു കൊടുക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഗൈബിയായ കാര്യങ്ങൾ അല്ലാഹു എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ? അത് മസ്ലഹത്തുൽ ലിദ്ദഅവ. അല്ലാഹുവിന്റെ ദീനിലേക്കുള്ള ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ അതിനുള്ളൊരു മസ്ലഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? അല്ലാഹു ഗൈബിയായ പല കാര്യങ്ങളും അറിയിച്ചു കൊടുത്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. എന്നാൽ ജീവിതത്തിന്റെ എത്രയോ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല രൂപത്തിലുള്ള അപകടങ്ങളും നബിക്ക് സംഭവിച്ചിട്ടുണ്ട്. എത്രയോ ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം. ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ കുഴിച്ചു വെച്ചിട്ടുള്ള ചതിക്കുഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചതിക്കുഴിയിൽ വീണു. നബി സല്ലല്ലാഹു അത് നമുക്ക് ചരിത്രം അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മറ്റു ദേശങ്ങളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മുസ്ലിമായി കൊണ്ട് അഭിനയിച്ചു. എന്നിട്ട് നബിയോട് പറയുകയാണ്, നബിയെ, ഞങ്ങളുടെ നാട്ടിലേക്ക് ഖുർആൻ അറിയുന്ന ഹാഫിളുകളായ ആളുകളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കണം. ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ മുസ്ലിമായി നടിച്ച് അവർ നബിയോട് നബിന്റെ അടുത്ത് അവതരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം അനുചരന്മാരെ അവരുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് വഴിയിൽ വെച്ച് ഈ മഹാന്മാരായ സഹാബിമാരെ അറുകൊല ചെയ്യുകയാണ് ഈ ആളുകൾ. നോക്കണം, ഇതിൽ നിന്ന് എന്ത് നമ്മൾ മനസ്സിലാക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഈ രൂപത്തിൽ കള്ളം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചതിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ളതും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിഞ്ഞില്ല. നബിക്ക് അറിയാൻ സാധിച്ചില്ല. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ വിശ്വാസപ്രകാരം നബി എന്ത് പറയണം? ആഹാ, നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വന്നതാണല്ലേ. സഹാബിമാരോട് വരെ പിടിച്ച് ബന്ദികളാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ സാധിച്ചില്ല. ഇനി നബിക്ക് ഗൈബ് അറിഞ്ഞിട്ടും അങ്ങനെ ചെയ്തു എന്ന് വന്നാലോ സ്വന്തം അനുയായികളെ അറുകൊലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വിട്ടു എന്നതായി. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ അനുചരന്മാരെ, സ്വന്തം അനുയായികളെ അത്രയും അധികം സ്നേഹിച്ച, അത്രയും അധികം ലാളിച്ച നേതാവ് കഴിഞ്ഞു പോയിട്ടില്ല. ആ പ്രവാചകൻ ഒരിക്കലും തന്റെ അനുചരന്മാരെ, സഹാബത്തിനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കൂല. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ജൂത പെണ്ണ് ഒരു സൽക്കാരത്തിന് വിളിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, സൽക്കാരത്തിന് വിളിച്ചു. നബിന്റെ കൂടെ 1-2 സഹാബിമാരും പോയി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം വിളമ്പി വിഷം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബിമാർ എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു. സഹാബിമാർ അവിടുന്ന് മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നു. വഹി വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർത്തുന്നത്. നബിക്ക് മനസ്സിലായത്. നിങ്ങൾ നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഭക്ഷണത്തളികയിൽ വിളമ്പിയ ഭക്ഷണത്തിൽ വിഷമുണ്ട് എന്ന്, ശത്രു ഉണ്ടാക്കിയ വിഷമുണ്ട് എന്ന് അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് സുഹൃത്തുക്കളെ ഗൈബിയായ കാര്യങ്ങൾ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ ഒരാൾക്കും അറിയാൻ സാധ്യമല്ല എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഹദീസുകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും ഒക്കെ പരിശോധിക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതിന് തെളിവായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിലേക്ക് മലക്കുകൾ വന്നു. മലക്കുകൾ വന്നത് എന്തിനാ? ഇബ്രാഹിം നബിക്ക് സന്താനം ഉണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷെ മനുഷ്യരായിക്കൊണ്ടാ വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ഒരു കാളക്കൂട്ടനൊക്കെ വെച്ച് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി മുമ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ അവർ കഴിക്കണില്ല. അപ്പൊ ഇബ്രാഹിം നബിക്ക് എന്തൊക്കെ ഒരു വിഷമായി. അപ്പോഴാണ് ഇബ്രാഹിം നബിനോട് അവർ പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണ്, നിങ്ങൾക്ക് സന്താനമുണ്ടാകാൻ പോകുന്ന വിവരം അറിയിക്കാൻ വേണ്ടി വന്നവരാണ് എന്നൊക്കെ മലക്കുകൾ ഇബ്രാഹിം നബിയോട് പറയുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്നത് മലക്കുകളാണ് എന്നറിയുന്നത്. എന്നിട്ട് ആ മലക്കുകൾ നേരെ പോകുന്നത് എവിടേക്കാ? ലൂത്ത് അലൈഹിസ്സലാമിന്റെ നാട്ടിലേക്കാണ്. അന്ന് ആ നാട്ടിലുള്ള സമ്പ്രദായം എന്താ? സ്വവർഗരതി സർവസീമകളും ലംഘിച്ചുകൊണ്ട് വ്യാപകമായ ഒരു കാലമായിരുന്നു അന്ന്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനത ഏതെങ്കിലും സൗന്ദര്യമുള്ള ചെറുപ്പക്കാരെയോ ചെറുപ്പക്കാരികളെയോ കണ്ടാൽ അവര് ആ രൂപത്തിലുള്ള വൃത്തികെട്ട നീച വൃത്തിക്ക് അവർ ഉപയോഗപ്പെടുത്തുമായിരുന്നു. മലക്കുകൾ മനുഷ്യരായി വരുന്ന സമയത്ത് ഏറ്റവും നല്ല സുന്ദരന്മാരായിട്ടാണ് വരിക. അപ്പൊ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് ഈ അതിഥികൾ വരികയാണ്, മലക്കുകൾ വരികയാണ്. മലക്കുകൾ വന്നപ്പോ ആ നാട്ടുകാർക്കൊക്കെയും നാട്ടുകാരെല്ലാവരും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം ജനങ്ങളോട് പറയുന്നു, എന്റെ അതിഥികളെ കൊണ്ട് നിങ്ങൾ എന്നെ അപമാനിക്കരുത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പെൺമക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നു, അല്ല ലൂത്തേ, ഞങ്ങളുടെ സ്വഭാവം എന്താ നിനക്കറിയാലോ, ഞങ്ങൾക്ക് നിന്റെ പെൺമക്കൾ എന്നല്ല വേണ്ടത്, ഞങ്ങൾക്ക് അവരെയാണ് വേണ്ടത്. അങ്ങനെ ലൂത്ത് അലൈഹിസ്സലാം ഒരുപാട് വിഷമത്തോടു കൂടി ആ ജനതയോട് എല്ലാ നിലക്കും അവരുടെ ഉദ്ദേശത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പല രൂപത്തിലും പറഞ്ഞു നോക്കി. പക്ഷേ ആ ഖൗമ് കൂട്ടാക്കിയില്ല. ലൂത്ത് അലൈഹിസ്സലാം വിഷമിച്ചു. ആ സമയത്ത് അവസാനം മലക്കുകൾ ലൂത്ത് നബിയോട് പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളാണ്, അവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് നീയും നിന്റെ കൂടെയുള്ള വിശ്വാസികളും ഈ നാട്ടിൽ നിന്ന് വേഗം പോകണം എന്ന് ലൂത്ത് അലൈഹിസ്സലാമിനോട് ആ മലക്കുകൾ പറയുന്ന സമയത്താണ് ലൂത്ത് അലൈഹിസ്സലാമിന് അറിഞ്ഞത്, ഈ മുമ്പിൽ നിൽക്കുന്നത് വീട്ടിൽ വന്ന അതിഥികൾ ആരല്ല, ഒരു മലക്കുകളാണ് എന്ന്, മനുഷ്യരല്ല മലക്കുകളാണ് എന്ന് മനസ്സിലായത് അപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? പ്രവാചകന്മാർക്ക് പോലും തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന മലക്കുകളെ പോലും മലക്കുകളാണ് എന്ന് അവർ അറിയിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇനി ഗർഭസ്ഥ ശിശുവിന്റെ കാര്യം. ഗർഭസ്ഥ ശിശു എന്ന് പറയുമ്പോൾ വയഅലമു മാ ഫിൽ അർഹാം എന്നാണ് ഖുർആൻ പറഞ്ഞത്. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭങ്ങളിലുള്ളത് മുഴുവനും അറിയുന്നവനാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളുടെയും സർവ്വജീവികളിലും ആണും പെണ്ണുമുണ്ട്. എല്ലാ പെൺവർഗങ്ങളുടെയും ഗർഭത്തിലുള്ള മുഴുവനും അറിയുന്നവനാണ് അല്ലാഹു എന്നതാണ്. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുട്ടിയുടെ, ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത് തന്നെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അല്ലാഹു തആല എന്ത് ചെയ്യും? ഒരു മലക്കിനെ പറഞ്ഞയക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഖൽഖ അഹദികും, നിങ്ങൾ ഒരാളുടെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് യുജ്മഉ ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ, ആദ്യം നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മൾ 40 ദിവസം അങ്ങനെ നിൽക്കും. പിന്നെ അത് ഒരു ഭ്രൂണമായി കൊണ്ട് മാറുന്നു. മിസ്ലദാലിക 40 ദിവസം. പിന്നെ അത് 40 ദിവസം ഒരു മാംസ കഷ്ണമായി കൊണ്ട് മാറും. അങ്ങനെ 40 ദിവസമായി കഴിഞ്ഞാൽ അല്ലാഹു ഒരു മലക്കിനെ അയക്കുകയാണ്. എന്നിട്ട് ആ മലക്കിനോട് ഫയുമറു ബി 4 കലിമാത്ത്, 4 കൽപ്പനകൾ കൊണ്ട് അല്ലാഹു തആല കൽപ്പിക്കും. യക്തുബു, എന്നിട്ട് ആ മലക്ക് എഴുതും റിസ്ഖഹു, ആ ഗർഭസ്ഥ ശിശുവിന്റെ റിസ്ഖ് എഴുതും. വഉംറുഹു, വയസ്സെഴുതും. വഅമലുഹു, അവന്റെ അമൽ എഴുതും. വശഖിയ്യുൻ ഔ സഈദ്, ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും മലക്ക് എഴുതി വെക്കും. മറ്റൊരു ഹദീസിലുള്ളത് ഫയഖൂലുൽ മലക്കു, അല്ലാഹു തആല ഓരോന്നും കൽപ്പിക്കും
ഇരിക്കുമ്പോൾ മലക്ക് അല്ലാഹുവിനോട് ചോദിക്കും, റബ്ബേ അദക്കറുൻ അം ഉൻസ, ആണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ ഐ റബ്ബി അശഖിയുൻ അം സഈദ്, ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ, ഫമൽ റിസ്ഖ്, റബ്ബേ എന്താണ് റിസ്ഖ്, ഫമൽ അജൽ, എങ്ങനെയാണ് ആയുസ്, ഫയഖൂലുല്ലാഹ്, അപ്പോൾ അല്ലാഹു തആല ഓരോന്നും വിശദീകരിച്ചു കൊടുക്കും. ഫയക്തുബുൽ മലക്കു, അത് മലക്ക് എഴുതി വെക്കുകയും ചെയ്യും എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഗർഭസ്ഥ ശിശുവിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ അത് പറയാനും അത് അറിയാനും ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? അത് അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അത് ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല. അത് ഒരു യന്ത്ര സാമഗ്രികൾ കൊണ്ടും കണ്ടെത്താനോ പറയാനോ സാധ്യമല്ല എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ, ഗർഭസ്ഥ ശിശുവിന്റെ ഈ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ ഒരാൾക്കും തന്നെ അദൃശ്യങ്ങൾ പറയാൻ, അദൃശ്യങ്ങൾ അറിയാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല എന്നുള്ളതിനുള്ള പല സംഭവങ്ങളും നമ്മൾ ഇതിനകം സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ചരിത്രത്തിൽ ഹദീസുൽ ഇഫ്ക് എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു വ്യഭിചാരാരോപണ സംഭവം ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ തഫ്സീറുകളിലൊക്കെയും ഇടം പിടിച്ചിട്ടുള്ള ഒരു വലിയ സംഭവമാണ് അത്. ആയിഷ റളിയല്ലാഹു അൻഹ അത് ഉദ്ധരിക്കുന്നത്, അത് വിശദീകരിക്കുന്നത് നമുക്ക് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു യാത്രക്കും നബിയുടെ കൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളിൽ ആരെങ്കിലും ഒരാളെ കൂടെ കൂട്ടാൻ വേണ്ടി ഭാര്യമാർക്കിടയിൽ നറുക്കെടുക്കും. അങ്ങനെ ബനുൽ മുസ്തലഖ് യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നറുക്കെടുത്തു. അതിൽ നറുക്ക് കിട്ടിയത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയെയും കൂട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്, അങ്ങേയറ്റം ക്ഷീണിതരാണ്. മദീനയുടെ അടുത്തെത്തിയപ്പോ എല്ലാവരും ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയാണ്. ഈ സംഭവം നടക്കുന്നത് ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് ശേഷമാണ്. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ എല്ലാവരും മദീനയുടെ അടുത്തെത്തിയപ്പോ എല്ലാവരും ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ നിന്ന് എന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി, മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഞാൻ കുറച്ചു ദൂരേക്ക്, ആരും കാണാത്തടത്തേക്ക്, പഴയ കാലമാണല്ലോ, ഇന്നത്തേത് പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല, അവരെന്ത് ചെയ്തു, കുറെ ദൂരത്തേക്ക്, ആരും കാണാത്ത അത്രയും ദൂരത്തേക്ക് അവരുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ തിരിച്ചു വന്ന് അവിടെ ആയിഷ റളിയല്ലാഹു പറയാണ്, ഫലമസ്തു സ്വദരി, ഞാൻ എന്റെ നെഞ്ചിടത്ത് ഇങ്ങനെ തടവി നോക്കി. ആ സമയത്തതാ എന്റെ മാല നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ മാല അന്വേഷിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തിരിച്ചങ്ങോട്ട് തന്നെ പോയി, മലമൂത്ര വിസർജനം നടത്തിയ ആ ഭാഗത്തേക്ക് തന്നെ പോയി. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു, സംഘം അവിടെ നിന്ന് വിട്ടുപോയി. നബിയും സഹാബിമാരെല്ലാവരും എന്ത് ചെയ്തു, അവിടെ നിന്ന് പോയി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാനൊരു ചെറിയൊരു പെണ്ണാണ്, ഞാൻ ഭക്ഷണം കഴിക്കാറില്ല, വളരെ ഭാരം കുറഞ്ഞ ഒരു പെണ്ണാണ്. അപ്പൊ എന്റെ ഒട്ടകക്കട്ടിലിൽ ഞാൻ ഉണ്ടാകുമെന്ന വിചാരത്തിലാണ് സഹായിമാരുള്ളത്. അങ്ങനെ എന്റെ കട്ടിലിനെയും കൊണ്ട്, എന്റെ ഒട്ടകത്തെയും കൊണ്ട് സഹായിമാരെന്ത് ചെയ്തു, അതിനെ തെളിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോ എല്ലാവരും പോയിട്ടുണ്ട്, ഞാൻ അവിടെ ഒറ്റക്കായി. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫളനന്തു അന്നഹും സയഫ്ഖിദൂനനി ഫയർജിഊന ഇലയ്യ, ഞാൻ വിചാരിച്ചു അവരൊരു പക്ഷേ എന്നെ തേടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കാം. അതുകൊണ്ട് ഫബൈന അന ജാലിസുൻ ഗലബതനി ഐനായ ഫനിംതു, ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ ഞാൻ അങ്ങനെ ഇരുന്നു. അവസാനം കുറെ കഴിഞ്ഞപ്പോ ഫനിംതു, ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി.
കുറെ കഴിഞ്ഞപ്പോ നേരം വെളുക്കാറായപ്പോ വകാന സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു, സഫ്വാൻ റളിയല്ലാഹു അൻഹു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പതിവുണ്ടായിരുന്നു. എന്ത്? ഏറ്റവും അവസാനത്തിൽ ഒന്നോ രണ്ടോ ആളെ വിടും. എന്തിന്? യാത്രാ സംഘത്തിന്റെ വലുതും നഷ്ടപ്പെട്ടു പോവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ നിർത്തും, അവസാനം വരാൻ വേണ്ടി. അങ്ങനെ ഏൽപ്പിച്ച ആളായിരുന്നു ആര്? സഫ്വാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ നേരം വെളുത്തപ്പോ ഫഅസ്ബഹ ഇൻദ മൻസിലി, നേരം വെളുക്ക ആയിഷ റളിയല്ലാഹു പറയാണ്, നേരം വെളുക്കാനായ സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ഫറആ സവാദ ഇൻസാനിൻ, ഞാനൊരു സവാദ ഇൻസാനിൻ നായിമിൻ ഫഅതാനി. ഈ സഫ്വാൻ എന്റെ ഒരു കറുത്ത മനുഷ്യന്റെ രൂപം ഇങ്ങനെ കാണുകയാണ്. നേരം വെളുക്കാൻ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോ ആ ഒരു സമയത്ത് ഒരു കറുത്ത ഒരു രൂപം ഇങ്ങനെ കുറെ ദൂരെ നിന്ന് തന്നെ കണ്ടു. അപ്പോ സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്റെ അടുത്ത് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വകാന യറാനി ഖബ്ലൽ ഹിജാബ്, ഹിജാബിന്റെ മുമ്പ് സഫ്വാൻ എന്നെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ നല്ല പരിചയമുണ്ട്. എന്റെ ശരീരാകൃതിയും ഒക്കെ കണ്ടാൽ അറിയാം ഇത് ആയിഷയാണ് എന്ന് സഫ്വാൻക്കറിയാം. ഹിജാബിന് മുമ്പ് എന്നെ കണ്ട് നല്ല പരിചയമുണ്ട്. അത് കണ്ടപ്പോ അങ്ങനെ അദ്ദേഹം എന്റെ അടുത്തെത്തിയപ്പോ മാത്രമല്ല എന്നെ കണ്ടതും ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് പറഞ്ഞു? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പെട്ടെന്ന് ഒരാളെ കാണാണ്, ഒരു പുരുഷനെ കാണാണ്. ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. പെട്ടെന്ന് കണ്ടപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ട് എഴുന്നേറ്റു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? സഫ്വാൻ റളിയല്ലാഹു അൻഹു വേറെ ഒന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അതല്ലാത്ത ഒരു വാക്ക് പോലും ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ ഉച്ചരിച്ചിട്ടില്ല. എന്നിട്ട് അവസാനം സഫ്വാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒട്ടകക്കട്ടിലിൽ ആയിഷ റളിയല്ലാഹു അൻഹയെയും കയറ്റിക്കൊണ്ട് മദീനയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ സൈന്യം എവിടെത്തി? എല്ലാവരും മദീനയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവര് മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഫഹലക മൻ ഹലക, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള അപവാദ പ്രചരണം നടന്നു. അങ്ങനെ അതിൽ പെട്ടവരൊക്കെ നശിച്ചവരൊക്കെയും നശിച്ചു. വകാനല്ലദീ തവല്ലൽ ഇഫ്ക, ഈ വ്യഭിചാരോപണത്തിന്, ഈ കള്ളവാർത്തക്ക് നേതൃത്വം വഹിച്ചത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖാണ്. ഈ അബ്ദുള്ളയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ ഫഖദിംനൽ മദീന, ഞങ്ങൾ മദീനയിലെത്തി. അപ്പോ ഫഷ്തകൈതു ബിഹാ ഷഹ്റൻ, ഒരു മാസക്കാലം ഞാൻ രോഗിയായി കിടന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കുറേ ദൂരത്തേക്കാണ് യുദ്ധത്തിന് പോയത്. അങ്ങനെ യാത്രാക്ഷീണവും എല്ലാം കാരണത്താൽ മദീനയിലെത്തിയപ്പോഴേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് രോഗം ബാധിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു മാസം രോഗിയായി വീട്ടിൽ തന്നെ കിടപ്പിലാണ്. അപ്പൊ എന്തായി? യുഫീദൂന മിൻ ഖൗലി അസ്ഹാബിൽ ഇഫ്കി, അങ്ങനെ ഈ അപവാദ പ്രചരണം നടത്തുന്ന ആളുകൾ ഇത് മദീനയിൽ ആകെ വ്യാപിപ്പിക്കുകയാണ്. എല്ലായിടത്തും പറഞ്ഞു പരത്താൻ തുടങ്ങി. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ സംശയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ രോഗിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഇന്നമാ യദ്ഖുലു, നബി എൻ്റെ അടുത്ത് വരും, ഫയുസല്ലിമു, സലാം പറയും, എന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. വേറെ ഒരു വർത്താനവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും ചോദിച്ചങ്ങോട്ട് പോകും. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അങ്ങനെ ഒരു ദിവസം ഫഖറജതു അന വ ഉമ്മു മിസ്തഹ് എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. വളരെ ദരിദ്രരായിരുന്നു, വളരെ പാവപ്പെട്ട, ഒന്നിനും വകയില്ലാത്ത ആളായിരുന്നു മിസ്തഹ് റളിയല്ലാഹു അൻഹുവും കുടുംബവും. അങ്ങനെ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി കുറെ ദൂരത്തേക്കാണ് പോകുക. അപ്പൊ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനെയും കൂട്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ വീട്ടിൽ നിന്ന് ആവശ്യ നിർവഹണത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുമ്പോ ഫഖാലത്ത്, മിസ്തഹിന്റെ ഉമ്മ പറയാണ്, ആരാ മിസ്തഹ്? ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. പക്ഷേ മിസ്തഹും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ അപവാദ പ്രചരണത്തിൽ അത് മദീനയിൽ സ്പ്രെഡ് ആക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ആര്? മിസ്തഹ് റളിയല്ലാഹു അൻഹു. മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, തഈസ മിസ്തഹ്, നശിക്കട്ടെ.
എന്താണ് അവൻ ഈ ചെയ്യുന്നത് എന്നൊക്കെ മിസ്തഹിനെ കുറിച്ച് ഉമ്മ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഫഖുൽതു ലഹാ, ഞാൻ അവരോട് പറഞ്ഞു, ബിഅ്സമാ ഖുൽതി, എന്താ ഉമ്മ നിങ്ങൾ പറയുന്നത്, എന്ത് മോശമാണ് നിങ്ങൾ പറയുന്നത്. ആതസുബീന റജുലൻ ഷഹീദ ബദറ, ബദറിൽ പങ്കെടുത്ത ഒരാളെ പറ്റിയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഫഖാലത്, അപ്പോ മിസ്തഹിന്റെ ഉമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇതെന്ന് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു പറയാണ്, എന്റെ രോഗം വീണ്ടും വർദ്ധിച്ചു, അത് വല്ലാതെ മൂർച്ഛിച്ചു, ഞാൻ ആകെ അവശയായി, ഞാൻ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുത്ത് വന്നിട്ട് നബി എന്നോട് സലാം പറഞ്ഞു, എന്റെ വിവരങ്ങളൊക്കെ ചോദിച്ചു, വേറൊന്നും ചോദിച്ചില്ല. അപ്പൊ ഞാൻ നബിനോട് ചോദിച്ചു, എനിക്കെന്റെ ഉമ്മാന്റെയും മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാൻ നിങ്ങൾ എനിക്ക് അനുവാദം തന്നാലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുത്തു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു വീട്ടിൽ ചെന്നു. അങ്ങനെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, എന്തൊക്കെയാണ് ആൾക്കാർ എന്നെ പറ്റി പറയുന്നത്, ജനങ്ങൾ എന്തെല്ലാമാണ് എന്നെ പറ്റി പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മാനോട് പറഞ്ഞു. ഉമ്മ കൈമലർത്തി, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഈ നബി സല്ലല്ലാഹു ഈ ഒരു കള്ളവാർത്ത മദീനയിൽ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം വന്നപ്പോ നബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം രാവിലെ ഫദഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബീ ത്വാലിബ് വ ഉസാമ ഇബ്നു സയ്യിദ്, അലി റളിയല്ലാഹു അൻഹുവിനെയും ഉസാമ റളിയല്ലാഹു അൻഹുവിനെയും വിളിക്കുകയാണ്. എന്തിനാ വിളിക്കുന്നത് എന്നറിയോ? ഈ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഉള്ള ബന്ധം ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി, ഒന്ന് കൂടിയാലോചിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെയും ഉസാമ റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. എന്നിട്ട് ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് ആദ്യം ചോദിച്ചു, അല്ല ഉസാമ, എന്താ നിന്റെ അഭിപ്രായം? നബി ഉസാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഹ്ലുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ കുടുംബം, വലാ നഅലമു വല്ലാഹി ഇല്ലാ ഖൈറാ, അങ്ങയുടെ കുടുംബത്തെ പറ്റി ഒരു ഖൈറല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ല നബിയേ. ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അതായിരുന്നു. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫഖാല, അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മറ്റൊന്നായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലം യുദയ്യിഖില്ലാഹു അലൈക, അല്ലാഹു ഒരിക്കലും നിങ്ങളെ ഇടങ്ങേറാക്കുകയില്ല. വന്നിസാഉ സിവാഹാ കസീർ, ആയിഷയല്ലാത്ത വേറെ എത്ര സ്ത്രീകളുണ്ട് നബിയേ എന്നൊക്കെ പറഞ്ഞു. അവസാനം വസലിൽ ജാരിയത തസ്ദുഖ, നബിയെ നിങ്ങൾ അവിടെയുള്ള ആ സ്ത്രീയെ വിളിക്കൂ. അതാരായിരുന്നു? ബരീറ എന്ന് പറയുന്ന സ്ത്രീ ആയിരുന്നു. ആരാ ബരീറ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടിമമോചനത്താൽ ആയിഷ റളിയല്ലാഹു അൻഹ മോചിപ്പിച്ചെടുത്ത ഒരു അടിമ സ്ത്രീയായിരുന്നു ബരീറ. ബരീറയോട് ബരീറയെ വിളിച്ചു. ബരീറയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, യാ ബരീറ, ഹൽ റഅയ്ത ഷൈഅൻ യുരീബുക്കി, നിനക്ക് സംശയമുണ്ടാക്കുന്ന വല്ലതും നിനക്കുണ്ടോ? നിനക്ക് വല്ല സംശയമുണ്ടോ? ആയിഷ ബരീറ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ വല്ലദീ ബഅസക ബിൽ ഹഖ്, സത്യവുമായി കൊണ്ട് അങ്ങയെ അയച്ച അല്ലാഹുവാണ് സത്യം, ഒരിക്കലുമില്ല നബിയേ. ആയിഷയെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. അവൾ നല്ലവളാണ്. അവൾക്കുള്ള ഒരു പ്രശ്നമുണ്ട്. അതെന്താ? ഇൻ റഅയ്തു മിൻഹാ അംറൻ അഗ്മിസുഹു അലൈഹാ അക്സറ മിൻ അന്നഹാ ജാരിയത്തുൻ ഹദീസതു സിന്ന്, അവൾ ഒരു ചെറിയ പ്രായക്കാരിയായ ഒരു സ്ത്രീ പെണ്ണല്ലേ, അവൾ നന്നായി ഉറങ്ങും. അപ്പൊ മാവൊക്കെ കുഴച്ചിട്ട് ചിലപ്പോ ഉറങ്ങുമ്പോ എന്ത് ചെയ്യും? ഉറങ്ങിന്റെ കാഠിന്യത്താൽ ഒന്നും അറിയാതെ വരുമ്പോ അവൾ വീട്ടിൽ വളർത്തുന്ന ആടൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? ആ മാവ കണ്ട് കഴിച്ചു പോകും. അതല്ലാത്ത ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്നല്ലാതെ വേറെ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും നബിയെ ആയിഷയെ പറ്റി ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമം കൂടുകയാണ്. പ്രവാചകൻക്ക് വിഷമം കൂടുകയാണ്.
എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, മൻ യഅ്ദുറുനി മിൻ റജുലിൻ ബലഗനി അദാഹു ഫീ അഹ്ലി, എന്റെ കുടുംബത്തിൽ എന്നെ വേദനിപ്പിച്ച ഈ രൂപത്തിലുള്ള വാർത്തകൾ മെനഞ്ഞ ഈ ആളെ പറ്റി എനിക്ക് ഒഴിവ് കഴിവ് തരാൻ ആരുണ്ട്? ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ, എന്റെ കുടുംബത്തെ പറ്റി ഖൈറായതല്ലാതെ ഒന്നും എനിക്കറിയുകയില്ല. എന്റെ കുടുംബത്തെ പറ്റി ഈ രൂപത്തിലുള്ള അപവാദം പറഞ്ഞു നടക്കുന്നവനെ പറഞ്ഞു നടത്തുന്ന, അതിന് നേതൃത്വം കൊടുത്തവരൊക്കെ അതിന് ഒഴിവ് കഴിവ് നൽകാൻ ആരുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ സമയത്ത് ഫഖാല സഅദ് ഇബ്നു മുആദ്, സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അന വല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാനുണ്ട്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, അഅ്ദുറുക മിൻഹു, ഞാൻ നിങ്ങൾക്ക് ഒഴിവ് കഴിവ് തരാം, ഇൻ കാന മിനൽ ഔസി, ആ പറഞ്ഞു നടക്കുന്നവൻ ഔസ് ഗോത്രത്തിൽപ്പെട്ടവനാണ് എങ്കിൽ. കാരണം സഅദ് റളിയല്ലാഹു അൻഹു ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്, അവരിലെ തലവനാണ് ഉസാമത്ത് ഇബ്നു മുആദ് റളിയല്ലാഹു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സഅദ് റളിയല്ലാഹു പറഞ്ഞു, നബിയേ, അയാള് ഇൻ കാന മിനൽ ഔസി ദറബ്നാ ഉനുഖഹു, അവൻ ഔസ് ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിൽ പെരടി വെട്ടും നബിയെ ഞാൻ അവന്റെ. അതല്ല, അവനിനി ഞങ്ങളുടെ കൂട്ടുകാർ സഹോദരങ്ങളായ ഖസ്റജിൽപ്പെട്ടവനാണെങ്കിലോ, അമർതനാ ഫഫഅൽനാ ഫീഹി അംറക, അങ്ങ് ഞങ്ങളോട് എന്താണോ കൽപ്പിക്കുന്നത് അതുപോലെ ഞങ്ങൾ ചെയ്യും എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് കേട്ടപ്പോ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അദ്ദേഹം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഖസ്റജുകളുടെ നേതാവാണ്. അദ്ദേഹം വന്നിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിനക്കൊരിക്കലും അദ്ദേഹത്തെ കൊല്ലാൻ സാധിക്കുകയില്ല, ലാ തഖ്തുലുഹു വലാ തഖ്ദിറു അലാ ദാലിക, നിനക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിയില്ല, നിനക്കതിന് കഴിവില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉസൈദ് ബിൻ ഹദീർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, കദബത, നീ പറഞ്ഞത് കളവാണ്, വല്ലാഹി ലതഖ്തുലന്നഹു, നീ അവനെ കൊല്ലുക തന്നെ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, ഫഇന്നക മുനാഫിഖുൻ തുജാദിലു അനിൽ മുനാഫിഖീൻ, നീ കപടവിശ്വാസിയാണ്, കപടവിശ്വാസികൾക്ക് വേണ്ടി തർക്കിക്കുന്നവനാണ്. ഇങ്ങനെ വന്നിട്ട് ഔസ് ഖസ്റജ് ഗോത്രക്കാരായ സ്വഹാബികൾക്കിടയിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു ഷണ്ടം വരികയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ നടക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നബി മിമ്പറിൽ നിന്നിറങ്ങി അവർക്കിടയിലുള്ള ആ ഒരു സംസാരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിപ്പിച്ചു. അങ്ങനെ എല്ലാവരും മൗനം പാലിച്ചു നിൽക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വബകൈതു യൗമി, ഞാനെന്നും കരച്ചിൽ തന്നെയാണ്, ലാ യർഖഉ ലി ദംഉൻ വലാ യഅക്തഹിലു ബിനൗം, എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഉറ്റി വീഴാൻ ഒരു കണ്ണുനീര് പോലും ഇല്ലാതെയായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ കൺപോള ഒന്ന് അടക്കാൻ പോലും ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ ഞാനങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ തന്നെ പറയുകയാണ്, ഞാൻ എൻ്റെ ഉമ്മാന്റെയും എൻ്റെ ഉപ്പാന്റെയും അടുത്ത് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറാൻ അനുവാദം ചോദിച്ചു. ഫഅദിൻതു ലഹാ, ഞാൻ അവർക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ അവരും ഫജലസത് തബികി മഈ, അവരും എൻ്റെ അടുത്ത് വന്നിട്ടിരുന്നു. ഞാൻ പറയുന്നതൊക്കെ കേട്ടു, അവരും സങ്കടത്തിലാണ്. ആ സ്ത്രീയും എന്റെ കൂടെ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അതാ ഞങ്ങളിലേക്ക് കയറി വരുന്നു. പക്ഷേ വലം യജ്ലിസ് ഇൻദി മിൻ യൗമി ഖീല ഫിയ മാ ഖീല ഖബ്ലഹാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആ ദിവസം മുതൽ ഇന്ന് വരെ അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ അടുത്ത് ഇരുന്നിട്ടില്ല. അത് ഏകദേശം എത്രയായിട്ടുണ്ട് എന്നോ, വഖദ് മകസ ശഹ്റാ, ഒരു മാസം പിന്നിട്ടിട്ടുണ്ട്. നോക്കണം നിങ്ങൾ, ഒരു മാസമായി മദീനയിൽ സ്വന്തം ഭാര്യയെ കുറിച്ച് ഈ ഒരു അപവാദ പ്രചരണം പ്രചരിച്ച് വ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവരും എന്താണ് ഇതിന്റെ വസ്തുത എന്നറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ്. ഒരു മാസം കഴിഞ്ഞു.
ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നബി എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതശഹദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു പ്രധാന കാര്യം അറിയിക്കാനുണ്ടെങ്കിൽ തശഹുദ് ചൊല്ലും, ഷഹാദ ചൊല്ലും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി തശഹുദ് നടത്തും. എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആയിഷ ഫഇന്നഹു ബലഗനി അൻകി കദാ വകദാ, ആയിഷ നിന്നെപ്പറ്റി ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഫഇൻ കുൻതി ബരീഅത്തിൻ ഫസയുബരിഉകില്ലാ, നീ നിരപരാധിയാണെങ്കിൽ ആയിഷ അല്ലാഹ് നിന്റെ നിരപരാധിത്വം അത് അറിയിക്കുന്നതാണ്. വഇൻ കുൻതി അൽമംതി ബിശൈഇൻ ഫസ്തഗ്ഫിരില്ലാഹ വതൂബി ഇലൈഹി, അതല്ല നീ വല്ല അപാകതയും നിന്റെ അടുക്കൽ വല്ല വീഴ്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ ആയിഷ ഫസ്തഗ്ഫിരില്ലാഹ, നീ അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിനെ തേടിക്കോ. വതൂബി ഇലൈഹി, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. ഫഇന്നൽ അബ്ദ ഇദാ അതറഫ ബിദംബിഹി ثم താബ അല്ലാഹു അലൈഹി, ഒരു അടിമ, ആ അടിമക്ക് അടിമയിൽ ഒരു തെറ്റ് വന്നു പോവുകയും ആ തെറ്റ് തിരിച്ചറിയുകയും ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ താബല്ലാഹു അലൈഹി, അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. എവിടുന്ന്? നബിന്റെ കൂടെ ആരാള്ളത്? ആയിഷ തന്റെ കൂടെ ആരാള്ളത്? ഉമ്മയും ഉപ്പയുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആയിഷ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ, നീ നിരപരാധിയാണെങ്കിൽ നിന്റെ നിരപരാധിത്വം അല്ലാഹു എന്ത് ചെയ്യും? അത് പ്രകടാക്കും. ഇനി അതല്ല, വല്ലതും വന്നു പോയിട്ടെങ്കിൽ നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടിക്കോ, തൗബ ചെയ്തോ, അല്ലാഹു അത് സ്വീകരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ച് പൊട്ടി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ റളിയല്ലാഹു ഫലമ്മാ ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാലതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം അങ്ങ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് കരയാൻ തുടങ്ങിയിട്ട് അവസാനം കണ്ണുനീര് പോലും ഉറ്റാൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വറ്റിപ്പോയി. അപ്പൊ ഞാൻ വഖുൽതു അബി, ഞാൻ എന്റെ ഉപ്പാനോട് പറഞ്ഞു, അജിബ് അന്നി റസൂലല്ലാഹ്, ഉപ്പ അള്ളാന്റെ റസൂൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, റസൂലിന് നിങ്ങൾ മറുപടി കൊടുക്കൂ. ഉപ്പ പറയുകയാണ്, വല്ലാഹി മാ അദ്രി മാ അഖൂലു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോളെ അള്ളാന്റെ റസൂലിനോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഫഖുൽതു ലി ഉമ്മി, അപ്പൊ ഞാൻ എന്റെ ഉമ്മാനോടും പറഞ്ഞു, അജീബി അന്നി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ ഖാല, ഉമ്മ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന് നിങ്ങളൊന്ന് മറുപടി കൊടുത്തു. അപ്പോൾ നബി ഉമ്മ പറഞ്ഞു, ഇന്നി വല്ലാഹി ലഖദ് അലിംതു അന്നകും സമിഅതും മാ യതഹദ്ദസു ബിഹിന്നാസ്. ആയിഷ ഉമ്മയും പറഞ്ഞു, ആയിഷ എനിക്കറിയില്ല എന്താണ് ഞാൻ റസൂലിനോട് പറയേണ്ടത് എന്ന്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വാന ജാരിയത്തുൻ ഹദീസതു സിന്നി, ഞാനൊരു ചെറുപ്രായക്കാരിയായ ഒരു പെണ്ണാണ്. ലാ അഖറഉ കസീറൻ മിനൽ ഖുർആൻ, അന്ന് എനിക്ക് ഖുർആനിൽ അധികമൊന്നും എനിക്കറിയുകയില്ല. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇന്നി വല്ലാഹി ലഖദ് അലിംതു അന്നകും സമിഅതും മാ യതഹദ്ദസു ബിഹിന്നാസ് വവഖറ ഫീ അൻഫുസികും വസദ്ദഖതും ബിഹി. ജനങ്ങൾ പറഞ്ഞു നടക്കുന്നത് നിങ്ങൾ കേട്ട ആ വാർത്തയുണ്ടല്ലോ, അത് സത്യമാണോ അല്ലേ എന്നുള്ളത് അല്ലാഹുവിനറിയാം. ഇനി നിങ്ങൾ ഈ പറഞ്ഞു നടക്കുന്നതിനെയൊക്കെ ഞാനെങ്ങാനും സത്യപ്പെടുത്തിയാൽ നിങ്ങളത് സത്യപ്പെടുത്തും. അതല്ല, ഇനി ഞാൻ അതിൽ നിരപരാധിയാണ് എന്ന് പറഞ്ഞാലോ, ഫലാ തുസദ്ദിഖൂനി ബിദാലിക, അത് നിങ്ങൾ ഒരിക്കലും സത്യമായി അംഗീകരിക്കുകയുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്ക് വല്ലാഹി മാ അജിദുലി, ഈ വിഷയത്തിൽ എനിക്ക് എന്റെ മുമ്പിൽ ഉള്ളത് വലം മസലൻ ഇല്ലാ അബാ യൂസുഫ്, യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്?
നമുക്കറിയാം യൂസുഫ് അലൈഹിസ്സലാമിനെ കാണാതെയായി. യൂസുഫ് അലൈഹിസ്സലാമിനെ സഹോദരങ്ങൾ കൊണ്ടുപോയി ചതിച്ചു. ആ സമയത്ത് യാക്കൂബ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ സമയത്തും യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞതെന്താ? ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുകയാണ് ചെയ്തത്. ഇത് പറഞ്ഞിട്ട് ഞാൻ എന്റെ വിരിപ്പിലേക്ക് പോയി. അല്ലാഹു എന്റെ നിരപരാധിത്വം തെളിയിക്കും എന്ന പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ എന്നിട്ട് ആയിഷ റളിയല്ലാഹു പറയാണ്, ഞാൻ വിചാരിച്ചത് അല്ലാഹുവിൻ എന്റെ ഈ ഒരു നിരപരാധിത്വം അള്ളാഹു അറിയിക്കും. പക്ഷെ അത് ഖുർആനിൽ ഒരു ആയത്തിറക്കിക്കൊണ്ട് എന്നും ജനങ്ങൾ ഓതുന്ന ഒരു ആയത്തായിക്കൊണ്ട് ഖുർആനിൽ നിലനിൽക്കുന്ന രൂപത്തിലുള്ള ഒരവസ്ഥയിലായിരിക്കും എന്റെ നിരപരാധിത്വം അള്ളാഹു തെളിയിക്കുക എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൻ നൗമി റുഇയാ യുബരിഉനില്ലാ, ഞാൻ നിരപരാധിയാണ് എന്ന് അള്ളാഹു സ്വപ്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് എന്ന്. അങ്ങനെ ഏതായിരുന്നാലും അവസാനം എന്ത് സംഭവിച്ചു? അങ്ങനെ കുറെ കഴിഞ്ഞു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊടുത്തു. വഹി കൊടുത്തപ്പോൾ വഹുവ യദ്ഹഖു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചിരിച്ചു. ഫകാന നബി ആയിഷ അല്ലാഹു പറയാണ്, ഫകാന അവ്വല കലിമത്തിൻ കല്ലമ ബിഹാ അൻ ഖാല ലി യാ ആയിഷ ഇഹ്മദില്ലാ ഫഖദ് ബറഅകില്ലാ. ആയിഷ, നീ അല്ലാഹുവിനെ സ്തുതിച്ചോ, അല്ലാഹു നിന്റെ നിരപരാധിത്വം ഇതാ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ ഫഖാലത്ത് ലി ഉമ്മി, എന്നോട് എന്റെ ഉമ്മ പറഞ്ഞു, ആയിഷ ഖൂമി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ല്. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ലാ, ഇല്ല ഉമ്മ, വല്ലാഹി ലാ അഖൂമു ഇലൈഹി, ഞാൻ ഒരിക്കലും നബിയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് പോവുകയില്ല. വലാ അഹ്മദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഞാൻ സ്തുതിക്കൂല. നബി ആയിഷ റളിയല്ലാഹു അൻഹക്ക് അങ്ങട്ട് അത്രയും വലിയ പെരുത്ത് ഇഷ്ടവും സന്തോഷവുമായി ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനെ അങ്ങട്ട് സ്തുതിക്കാൻ തുടങ്ങി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങട്ട് ഓതി കൊടുത്തു. അങ്ങനെ ഫലമ്മ നസല ഹാദാ ഫീ ബറാഅതി, എന്റെ നിരപരാധിത്വത്തെ കുറിച്ചുള്ള ഈ ആയത്ത് അല്ലാഹു ഇറക്കിയപ്പോൾ ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, വകാന യുൻഫിഖു അലാ മിസ്തഹ് ബിൻ ഉസാസ ലിഖറാബതിഹി മിൻഹു വല്ലാഹി ലാ ഉൻഫിഖു അലാ മിസ്തഹിൻ ഷൈഅൻ അബദാ ബഅദമാ ഖാല ലി ആയിഷ. എന്റെ മകൾ ആയിഷയെ കുറിച്ച് ഈ രൂപത്തിലുള്ള അപവാദ പ്രചരണം നടത്തിയ മിസ്തഹിന് ഇനി ഞാൻ ചെലവ് കൊടുക്കൂല, എന്റെ മോളെ പറ്റി ഇത്രയും പറഞ്ഞു വരത്തില്ലേ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ലാഹു ആയത്തിറക്കി, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും പുറത്തു കൊടുക്കൂ. അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്ത തെറ്റുകൾ പുറത്തു കിട്ടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാപ്പ് കൊടുക്കൂ എന്നതാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ തിരുത്തിക്കുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് സുഹൃത്തുക്കളെ. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വായിക്കേണ്ടതുണ്ട്. എന്താണ് സംഭവം? ഈ സംഭവത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബദരീങ്ങളിൽപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു അൻഹു, നബിയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ, ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വേണ്ട മദീനയിലുള്ള അനേകം സഹാബിമാർ, എല്ലാവരും ഇതിന്റെ വസ്തുത എന്ത് എന്നറിയാതെ തെറ്റിദ്ധരിച്ച് നിൽക്കുകയാണ്. ഇതിന്റെ വസ്തുത എന്ത് എന്നറിയാതെ. നോക്കണം നിങ്ങൾ. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താ വെച്ചാല് അള്ളാഹുവിനല്ലാതെ ഗൈബ് അറിയില്ല എന്നുള്ളതാണ്.
ഗൈബ് അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു അചഞ്ചലമായ ആ ഒരു വിശ്വാസം നമുക്ക് വേണം. അതിൽ ഒരു പതർച്ചയും ഇടർച്ചയും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും രൂപത്തിലുള്ള വാർത്തകളും എന്തെങ്കിലും ഒക്കെ കേൾക്കുമ്പോഴേക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഒരു സംശയം ഉണ്ടാകാൻ പോലും പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു. അല്ലാഹുവിനല്ലാതെ അദൃശ്യം അറിയുകയില്ല, അത് അല്ലാഹുവിന്റെ മാത്രം അധീനതയിൽപ്പെട്ടതാണ് എന്ന്. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും നന്നായി അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അത് അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും അറിയും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ അത് അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് ശിർക്ക്. അല്ലാഹുവിന്റെ എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ അത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. ആ വിശ്വാസത്തിൽ ഒരു മാറ്റവും നമുക്കുണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ ഈ ഒരു ഗൈബ് അറിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അത് അള്ളാഹു അല്ലാത്ത ആർക്കും അറിയുകയില്ല. അങ്ങനെ ആർക്കെങ്കിലും അറിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും തങ്ങളെയോ ബീവിയെയോ ജോത്സനെയോ സാഹിറിനെയോ കൈനോട്ടക്കാരനെയോ സമീപിച്ചാൽ കാഫിറാകും എന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൻ അതാ അറാഫൻ ഔ കാഹിനൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു ജോത്സ്യനെയോ കൈനോട്ടക്കാരനെയോ ഒക്കെ സമീപിച്ച് ഫയുസദ്ദിഖുഹു ബിമാ യഖൂൽ, അവർ പറയുന്നതൊക്കെ സത്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ ഇറക്കപ്പെട്ടതിൽ അവൻ കാഫിറായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരാൾക്കും ഗൈബ് പറയാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പല സമയങ്ങളിലും കൈനോട്ടക്കാര് വരും, കൈ നോക്കണോ ചോദിച്ചിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് ഗൈബ് അറിയോ? അവർക്ക് ഗൈബ് അറിയില്ല. അവർക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ അവർക്കറിയണല്ലോ ആരുടെ കൈകളാണ് അവർക്ക് നോക്കാൻ കിട്ടുക. അവരുടെ അടുത്തേക്ക് എന്ന പോലെ ഇങ്ങനെ അങ്ങാടികളിലൂടെയും എല്ലാ വീട്ടിൽ കൂടെയും കൈ നോക്കണോ ചോദിച്ചിട്ട് തത്തനെയും പിടിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്കറിയണല്ലോ ഗൈബ് ആരുടെ കൈകളാണ് അവർക്ക് നോക്കാൻ കിട്ടുക. അവരുടെ അടുത്തേക്ക് മാത്രം ചെന്നാൽ മതി. നമ്മൾ മനസ്സിലാക്കുക, അങ്ങനത്തെ ഒരു കഴിവ് ഒരു പടപ്പിനും അള്ളാഹു കൊടുത്തിട്ടില്ല. അത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായി കൊണ്ട് വിശ്വസിക്കുകയും യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിടം നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നിന്റെ തുണയും സഹായവും ശാന്തിയും നീ വർഷിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബന ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.